താഴ്പ്രവാഹം അണമുറിയാത്താഴ്പ്രവാഹം ആണ് സ്കൂളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. മിഥുനെ അവസാനമായി ഒരു നോക്ക് കാണാൻ നേരത്തെ മിഥുൻ്റെ അമ്മ സുജ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയപ്പോഴും അവിടം സങ്കടക്കണ്ണീരിൽ ആകുന്ന സാഹചര്യം ആണ് ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ പല വിമാനങ്ങളിലായി നെടുമ്പാശ്ശേരിയിൽ എത്തിയവർക്ക് പോലും ഒരു തരം മ്ലാനതയാണ്. സാധാരണ നമുക്കറിയാം, വിമാനത്താവളങ്ങളിലെല്ലാം ഉറ്റവരും ഉടയവരുമൊക്കെ ഒരുപാട് ആളുകൾ കാത്തിരിക്കും. പലപ്പോഴും വിമാനയാത്രയുടെ ഒരു പ്രത്യേകത അതാണ്. വിമാനയാത്ര വലിയൊരു ശതമാനം ആളുകളും ദീർഘകാല യാത്രയ്ക്ക് വേണ്ടി എവിടേക്കെങ്കിലും പോയി വർഷങ്ങൾക്ക് ശേഷം മാസങ്ങൾക്ക് ശേഷമൊക്കെ തിരികെ എത്തുന്നവർ ഒക്കെയാണ് വിമാനങ്ങളെ ആശ്രയിക്കാറ്. അങ്ങനെയുള്ള ഒരു കാഴ്ചയും സ്വീകരണവും ഒക്കെയാണ് നെടുമ്പാശ്ശേരിയിലും മറ്റു വിമാനത്താവളങ്ങളിലും എല്ലാം ഉണ്ടാകുന്നത്. എങ്കിൽ ഇന്ന് ഒരുപക്ഷെ മിഥുൻ്റെ അമ്മ അവിടേക്ക് എത്തുന്നു എന്നതുകൊണ്ടായിരിക്കാം അവിടെ എത്തിയ യാത്രക്കാർക്ക് പോലും മ്ലാനതയായിരുന്നു. അവരെല്ലാം നിശബ്ദമായിരുന്നു എന്നുള്ളതാണ്. വിമാനത്താവളത്തിൽ നിന്ന് വളരെ പെട്ടെന്ന് സുജിക്ക് പുറത്തിറങ്ങാൻ സാധിച്ചു. ഇപ്പോൾ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർ കാണുന്നത് അങ്ങനെയുള്ള ഒരു സാഹചര്യം. മിഥുൻ്റെ അമ്മ എത്തിയപ്പോൾ കുടുംബം എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ വിങ്ങിപ്പൊട്ടുന്ന കാഴ്ചയായിരുന്നു. ഒപ്പം ഇളയ മകൻ സുജിനെ ആ അമ്മ ചേർത്ത് നിർത്തുന്നുണ്ട്. 13 വയസ്സുവരെ മിഥുനെ വളർത്തിയ അമ്മ, ഏറെ കഷ്ടപ്പാടുകൾ സഹിച്ച് വളർത്തിയ കുടുംബം, വലിയ സ്വപ്നങ്ങൾ, വലിയ പ്രതീക്ഷകൾ ആണ് നിമിഷം കൊണ്ട് ഇല്ലാതായി പോയത്. വിദേശത്ത് മകനിൽ നിന്ന് മാറി താമസിച്ച് ജോലി ചെയ്യുമ്പോഴൊക്കെ ആ മകൻ്റെ വളർച്ച തന്നെയായിരിക്കും ആ അമ്മ സ്വപ്നം കണ്ടിട്ടുള്ളത്. ഏതൊരമ്മയും ഈ കാലഘട്ടത്തിൽ മക്കളോടൊപ്പം സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ സാമ്പത്തിക പ്രതിസന്ധികളൊക്കെയുള്ള കുടുംബമായതുകൊണ്ട് തന്നെ വിദേശത്ത് മക്കൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നു. ഒരു നല്ല വീട് എന്നത് അവരുടെ സ്വപ്നമായിരുന്നു, അല്പം ഭൂമി എന്നത് അവരുടെ സ്വപ്നമായിരുന്നു. അതെല്ലാം യാഥാർത്ഥ്യമാക്കാൻ, അതിലൂടെ മക്കൾക്ക് നല്ല ജീവിതം സ്വപ്നം കണ്ടുകൊണ്ടാണ് ആ അമ്മയും പുറപ്പെട്ടിരുന്നത്. പക്ഷേ ആ യാത്ര ഇങ്ങനെയായിരിക്കും മടങ്ങിയെത്തേണ്ടത് എന്നൊരിക്കലും ആ അമ്മയും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഇപ്പോൾ സ്കൂളിലേക്ക് മൃതദേഹം എത്തിക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ, പക്ഷേ ഇപ്പോഴും ഈ വിലാപയാത്രയുടെ സമയക്രമം മുഴുവൻ തെറ്റുകയാണ്. 10 മണിക്ക് പൊതുദർശനമെന്ന് നിശ്ചയിച്ചിരുന്നു, പക്ഷേ സമയം 11:20 ആകുന്നു. അപ്പോഴും മൃതദേഹം സ്കൂളിലേക്ക് എത്തിക്കാൻ പോലും സാധിച്ചിട്ടില്ല. അരുൺ ചേരുന്നുണ്ട്. അരുൺ, ഇനിയിപ്പോൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു സമയക്രമമൊന്നും പാലിക്കാൻ പറ്റില്ല എന്നല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്? അതുതന്നെയാണ്. 10 മണിക്ക് ഇവിടെ എത്തിക്കാൻ തീരുമാനിച്ചേണ്ട. 10 മുതൽ 12 വരെ പൊതുദർശനമാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത്. പക്ഷേ അതെന്തായാലും നടന്നില്ല. ഇത്രയധികം സമയം വൈകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഈ തിരക്ക് കാണുമ്പോൾ സ്വാഭാവികം പൊതുദർശനം നീണ്ടുപോകാൻ തന്നെ, ഇവിടെ എത്തിയാൽ തന്നെ പൊതുദർശനം നീണ്ടുപോകാനാണ് സാധ്യത. ഇപ്പോൾ 11:20 ആകുന്നു. നേരത്തെ തീരുമാനിച്ചതിൽ 1.5 മണിക്കൂറെങ്കിലും വൈകി മാത്രമേ ചുരുങ്ങിയത് ഇവിടേക്ക് മിഥുൻ്റെ മൃതദേഹം എത്തിക്കാനാകൂ. ആ രീതിയിലുള്ള തിരക്ക് പലയിടത്തുമുണ്ട്. നാട്ടുകാർ അവൻ്റെ നാട്ടിലൂടെയാണ് കടന്നു വരുന്നത്. അവൻ്റെ വീട്ടിലേക്കുള്ള പ്രധാന വഴികളിലൂടെയാണിത് കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും നാട്ടുകാർ ആ രീതിയിലുള്ള വികാരവായ്പോടെ കൂടിയാണ് നിൽക്കുന്നത്. അവർ അവനെ വീഴ്ചയെ കാണാൻ പല സ്ഥലങ്ങളിലും തങ്ങി നിൽക്കുന്നുണ്ടാകാം. റോഡിൻ്റെ ഇരുവശങ്ങളിൽ നേരത്തെ തന്നെ ആളുകൾ ഉണ്ടായിരുന്നു. ഇവിടേക്ക് എത്തുമ്പോൾ വീണ്ടും ഇപ്പോൾ തന്നെ നല്ല തിരക്കായി കഴിഞ്ഞു. ഈ സ്കൂളിൻ്റെ മുൻവശത്തും സ്കൂളിൻ്റെ ഉള്ളിലുമൊക്കെ അവിടെ. അതുകൊണ്ട് തന്നെ വലിയ തിരക്ക്, ഇപ്പോൾ പല ഭാഗങ്ങളിലും വലിയ തിരക്കായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പൊതുദർശന സമയം ഒരുപക്ഷെ നീണ്ടുപോയേക്കാം. കൂടുതൽ സമയം ഇവിടെ പൊതുദർശനത്തിന് നിർത്തേണ്ടി വന്നേക്കാം. അതിനുശേഷം വീട്ടിലും ഇതിനെ മൃതദേഹം കൊണ്ടുപോകുന്നുണ്ട്. അവിടെ കുടുംബാംഗങ്ങൾക്ക്, നാട്ടുകാർക്കൊക്കെ കാണാനുള്ള അവസരം അവിടെ ഉണ്ടാകും. ഏതായാലും ഇതുവരെയും നേരത്തെ ചില സൂചനയനുസരിച്ച് അല്പസമയത്ത് എത്തുമ്പോൾ നമുക്ക് പറയാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും വൈകുകയാണ്. വലിയ തിരക്കായി മാറിക്കഴിഞ്ഞു ഇവിടെ. റോഡിൻ്റെ ഇരുവശങ്ങളിലും ഇവിടെ തന്നെ നാട്ടുകാർ തിങ്ങിക്കൂടി നിൽക്കുന്ന സാഹചര്യമുണ്ട്. ഈ നാട്ടുകാരും പുറത്തുനിന്ന് വന്ന ആളുകളുമൊക്കെ ഇവിടെ ഉണ്ട്. ഏതായാലും അധികം വൈകാതെ ഇവിടേക്ക് എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. നേരത്തെ പറഞ്ഞു വന്നതുപോലെ സ്കൂളിലേക്ക് മിഥുനെത്തുമ്പോൾ അതൊരു തികച്ചും വൈകാരികമായ ഒരു രംഗങ്ങൾക്ക് ഇവിടം സാക്ഷിയാകും, വേദിയാകുമെന്ന് ഉറപ്പാണ്. കാരണം അത്രയധികം അവനെ ഇഷ്ടപ്പെട്ടിരുന്ന കൂട്ടുകാരുണ്ട്. അവനോടൊപ്പം ക്ലാസ്സിൽ ഇരുന്ന കുട്ടികൾ, അവനൊപ്പം കളിക്കുന്ന കൂട്ടുകാർ, പല ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾ കാണാം. അവരൊക്കെ ഇവിടേക്ക് അധ്യാപകർ, അവർക്കും വലിയൊരു സ്വാഭാവികമായും ഈ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തൊക്കെ വീഴ്ചയുണ്ടെന്ന് പറയുമ്പോഴും ആരും ഇത്തരമൊരു ആഗ്രഹിക്കുന്ന ഒരു സംഭവമല്ലല്ലോ സ്വാഭാവികം ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ അത്തരമൊരു കുറ്റബോധം കൂടി സ്കൂളിലെ അധികൃതർക്ക്, അധ്യാപകർക്കൊക്കെ ഉണ്ടാകാം. തങ്ങളൊന്ന് ശ്രദ്ധിച്ചത്
പറഞ്ഞിരുന്നുവെങ്കിൽ നേരത്തെ ഇതൊന്ന് ഒന്നുകൂടി ശക്തമായി ബന്ധപ്പെട്ടോട് പറഞ്ഞിരുന്നുവെങ്കിൽ ഇത്തരം ഒരു അപകടം ഒരിക്കലും മാറാത്ത ഒരു കളങ്കമായി ഈ സ്കൂളിന് മേലും ഈ അധ്യാപകർക്ക് അവരുടെ ഒരുപക്ഷെ ഇത്രയും വർഷങ്ങൾ ഈ സസ്പെൻഡ് ചെയ്യപ്പെട്ട അധ്യാപിക ഉൾപ്പെടെ വർഷങ്ങൾ നീണ്ട പ്രവൃത്തി പരിചയമുള്ളവരാകാം. അവരുടെ ജീവിതത്തിൽ ഒരു ജാഗ്രത കുറവിനാണ് ഈ ഒരു വില നൽകേണ്ടി വന്നത്. അതൊരിക്കലും പരിഹരിക്കാനാകാത്ത നഷ്ടമായി മാറുമ്പോൾ അത്തരത്തിലുള്ള മനോവിഷമം അവർക്കും സ്വാഭാവികമായും ഉണ്ടാകും. ആ ഒരു തികച്ചും അത്തരമൊരു വൈകാരികമായ അന്തരീക്ഷത്തിലേക്കാകും മിഥുൻ്റെ മൃതദേഹം ഇവിടേക്ക് എത്തുക. ഇപ്പോൾ തന്നെ ഈ റോഡിൽ നിൽക്കാൻ കഴിയാത്ത തരത്തിലേക്ക് ആളുകൾ തിങ്ങി നിറയുന്നു. ഓരോ നിമിഷവും കൂടുതൽ ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്നു. ഈ രണ്ട് വശത്തും റോഡിൻ്റെ ഇരുവശത്തും വളരെ ചെറിയ ഒരു ഗ്രാമീണ പാതയാണിത്. ഇതൊരു പ്രധാന റോഡൊന്നുമല്ല, വളരെ ചെറിയൊരു ഗ്രാമീണ പാതയാണ്. അതിന് രണ്ട് വശത്തും ആളുകൾ ഇതിനകം തിങ്ങി നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇവിടെയുള്ള ആളുകൾ, ദൂരെ നിന്നുള്ള ആളുകൾ ഇപ്പോഴും എനിക്കിവിടെ നോക്കുമ്പോൾ രണ്ട് വശത്തുനിന്നും ആളുകൾ വലിയ രീതിയിൽ കുട്ടികളും പ്രായമുള്ളവരുമൊക്കെ ഇവിടേക്ക് നടന്നു വരുന്നുണ്ട്. അക്ഷരാർത്ഥം വലിയൊരു ജനക്കൂട്ടമായി ഇത് മാറുമെന്ന സൂചനയാണ് നമുക്കിപ്പോൾ ഇവിടെ നിന്ന് കിട്ടുന്നത്. അത്ര പെട്ടെന്ന് ഇവിടെ പൊതുദർശനം അവസാനിക്കാൻ തന്നെ ഇടയില്ല. ആ രീതിയിലുള്ള ആൾക്കൂട്ടം ഇവിടേക്ക് എത്തുന്നുണ്ട്. സ്കൂളിനുള്ളിൽ നിൽക്കാൻ സ്ഥലപരിമിതിയുണ്ട്. പുറത്തേക്കും ആളുകൾ ആ രീതിയിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായും അതിനുള്ള സംവിധാനങ്ങൾ നേരത്തെ തന്നെ അധികൃതർ ഒരുക്കി കാണണം. സ്കൂൾ മാനേജ്മെൻറ്റും അതുപോലെ നാട്ടുകാരും സർക്കാർ സംവിധാനങ്ങളുമൊക്കെ അതിനുള്ള നടത്തിയിട്ടുണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇനിയും അധികം വൈകാതെ മിഥുൻ ഇവിടേക്ക് എത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ വികാര തീവ്രമായ ഒരു അന്തരീക്ഷത്തിലേക്ക് നമുക്ക് ഈ സ്കൂളിൽ ഇത്രയധികം വിഷമമെങ്കിൽ ആ വീട്ടിലെ അവസ്ഥ കൂടി ഒന്ന് ആലോചിച്ചു പോകാവുന്നതാണ്. തീർത്തും ആ വീട് എങ്ങനെ അവരെ ആശ്വസിപ്പിക്കുമെന്ന് ആർക്കും അറിയാത്ത അവസ്ഥയുണ്ട്. ആ അമ്മ ഇന്ന് വിദേശത്ത് നിന്ന് വന്നപ്പോൾ നമ്മൾ കണ്ടതാണ് അവരുടെ മനോവ്യഥ, അവരുടെ അവൻ്റെ അനിയൻ്റെ വിഷമം, അവൻ്റെ കൂട്ടുകാരുടെ വിഷമം, അങ്ങനെ അച്ഛൻ്റെ ദുഃഖം, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. കൂടുതൽ വികാര തീവ്രമായ അന്തരീക്ഷമാകും, സാഹചര്യമാകും മിഥുൻ്റെ വീട്ടിലുമൊക്കെ ഉണ്ടാവുക. ഏതായാലും തീർത്തും ഒരു കാലത്തും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് ഉറപ്പാണ്. അത് ആരുടെ ഭാഗത്തായാലും അത്തരമൊരു വീഴ്ചയുണ്ട്. ആ വീഴ്ചയ്ക്കുള്ള വിലയാണ് ഒരിക്കലും പരിഹരിക്കാൻ കഴിയാത്തൊരു നഷ്ടമായി മാറുകയാണ് മിഥുൻ എന്ന കുട്ടിയുടെ ജീവിതം. കുട്ടികൾ ഈ പ്രായത്തിൽ ഉള്ള എടുത്തുചാട്ടങ്ങൾ, അവരുടെ എന്തിനേയും വെല്ലുവിളിക്കാനുള്ള, എന്തിനേയും ധൈര്യപൂർവ്വം ഏറ്റെടുക്കാനുള്ള അവരുടെ മനസ്സിൻ്റെ ശക്തി, അതൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഇത്തരം അപകടങ്ങൾ ഉണ്ടായേക്കാം. ആ അപകട സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്ന ഒരു ഉത്തരവാദിത്തമാണ് അവനെ സ്കൂളിലേക്ക് അയക്കുമ്പോൾ വീട്ടുകാർ പ്രതീക്ഷിക്കുന്നത്. അവൻ്റെ സ്കൂളിൽ, അവൻ്റെ കളിയിടങ്ങളിലൊക്കെ അത്തരമൊരു സുരക്ഷാ സാഹചര്യങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. പക്ഷേ അവിടെ ഒരു വീഴ്ച വന്നിരിക്കുന്നു. ഏതായാലും മിഥുൻ എന്ന കുട്ടിയുടെ, ഒരു മിടുക്കനായ ഒരു കുട്ടിയുടെ ജീവനാണ് അതിന് നൽകേണ്ടി വന്ന ആ വില. അവൻ്റെ കുടുംബത്തിൻ്റെ തീരാ ദുഃഖമാണ് അതിന് നൽകേണ്ടി വന്ന വില. അവൻ്റെ കൂട്ടുകാരുടെ മനസ്ഥിതിയും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അവനൊപ്പം അവിടെ നേരത്തെ ഡാനിനോട് സംസാരിച്ച കുട്ടികളൊക്കെ അവർ അക്ഷരാർത്ഥത്തിൽ അവനൊപ്പം ഈ അവസാന മണിക്കൂറുകളിൽ, അവസാന നിമിഷങ്ങളിൽ ഉണ്ടായിരുന്നവരാണ്. അവർ വിലക്കിയതാണ് അവനെ. മിഥുൻ അത് കയറരുത് എന്ന് പറഞ്ഞ് വിലക്കിയതാണ്. പക്ഷേ അവനവിടെ അവൻ്റെ ഒരു ധൈര്യമാകാം, അവൻ്റെ ഒരു ആത്മവിശ്വാസമാകാം. ഒരുപക്ഷെ നേരത്തെയും അവൻ അത്തരത്തിൽ കയറിയിട്ടില്ല കുട്ടികൾ പറയുന്നത്. അങ്ങനെ അവനൊരു ധൈര്യമുണ്ടാകാം. ആ ധൈര്യത്തിൻ്റെ പുറത്തൊക്കെ അവൻ കയറിയതാണ്. പക്ഷേ എവിടെയോ അവന് പിഴച്ചു. അവൻ അവിടെ ആ കമ്പിയിലേക്ക് വീഴുന്ന ആ സാഹചര്യം ഉണ്ടാവുകയായിരുന്നു. ഏതായാലും കുട്ടികൾ പിന്നീട് അവർക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ആഘാതമായി ഇത് മാറും. ആ കുട്ടികളെ കൂടി സർക്കാർ മുന്നിൽ കാണുന്നുണ്ട്. അവരുടെ മനസ്സിൻ്റെ ദുഃഖം കൂടി മാറ്റാനുള്ള ശ്രമങ്ങൾ ആ രീതിയിൽ കൗൺസിലിംഗ് നടപടികൾ സർക്കാരിൻ്റെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തുണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഏതായാലും ഓരോ നിമിഷവും ഇവിടെ ആൾക്കൂട്ടം കൂടുകയാണ്, വലിയ തിരക്കായി മാറുകയാണ്. റോഡിൻ്റെ ഇരുവശത്തും ആളുകൾ കൂടുന്നു. അത് റോഡിൻ്റെ മധ്യഭാഗത്തേക്ക് പോലും ആളുകൾ എത്തുന്ന വാഹനം ഇപ്പോഴും പൂർണ്ണമായും വാഹന ഗതാഗതം നിരോധിച്ചിട്ടില്ല. പക്ഷേ ഇവിടേക്ക് ആളുകൾ പല മേഖലകളിലുള്ളവർ, പല ജീവിത മേഖലകളിലുള്ളവർ ഇവിടേക്ക് എത്തുകയാണ്. ജോലിക്കെത്തുന്ന ആളുകൾ, മറ്റു ഭാഗങ്ങളിൽ നിന്ന് ഇവിടേക്ക് എത്തിയവർ, നാട്ടുകാർ, അങ്ങനെ എല്ലാ ഭാഗത്തുമുള്ള ആളുകൾ. കേരളത്തിൻ്റെ ഒരു ദുഃഖമായി മാറിക്കഴിഞ്ഞു മിഥുൻ. കേരളം ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. ആ ഒരു ദുഃഖം ഏറ്റുവാങ്ങി ഈ നാട് ഒന്നാകെ ഇവിടേക്ക് എത്തുകയാണ്. ഈ ഒരു കുരുന്നിനെ കാണാൻ, അവൻ്റെ മുഖം അവസാനമായി ഒന്ന് കാണാൻ
ആളുകൾ ഇവിടേക്ക് അക്ഷരാർത്ഥത്തിൽ ഒഴുകിയെത്തുകയാണ്. ഈ സ്കൂളിൻ്റെ മുൻവശം നമ്മൾ നേരത്തെ ഏതാനും 5-10 മിനിറ്റ് മുമ്പുള്ളതുപോലുള്ള ഒരു സാഹചര്യമല്ല. അക്ഷരാർത്ഥത്തിൽ ഇവിടെ ഒരു ആൾക്കൂട്ടമായിരിക്കുന്നു. അഭിലാഷ്, ഇത് ഇത്രയും ആളുകളെ, ഇനിയും ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കും. ഇത്രയും ആളുകളെ സ്വാഭാവികമായും മിഥുനെ കാണാൻ എത്തിയവരാണ്, അവനെ യാത്ര അയക്കാൻ എത്തിയവരാണ്, അവൻ യാത്രാമൊഴി നൽകാൻ എത്തിയവരാണ്, അവൻ്റെ ശരീരത്തിൽ ഒരു പൂവെങ്കിലും ഇടാൻ വന്നവരാണ്. നേരത്തെ കണ്ട കുട്ടികൾ റോസാപ്പൂവുമൊക്കെ തങ്ങളുടെ പ്രിയ കൂട്ടുകാരനെ യാത്രയാക്കാൻ വന്ന കുട്ടികളെ നമ്മൾ ഇവിടെ കണ്ടു. അവർക്കൊക്കെ മിഥുനെ ഒന്ന് കാണണം, അവർ യാത്രാമൊഴി നൽകണം. അതിനുവേണ്ടിയുള്ള ആൾക്കൂട്ടമാണ് നമ്മളിവിടെ കാണുന്നത്. ഇപ്പോഴും ഈ മൃതദേഹം ഇവിടേക്ക് എത്തിച്ചിട്ടില്ല. അധികം വൈകാതെ ഇവിടേക്ക് എത്തുമെന്നതിൻ്റെ സൂചനകൾ നമുക്ക് വീണ്ടും ഇവിടെ നിന്ന് നൽകാനാകുന്നുണ്ട്. പോലീസ് ഇവിടെ ഈ ഗതാഗതം ക്രമീകരിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. വളരെ ചെറിയ റോഡാണ്. അവിടെ ഇത്തരത്തിലുള്ള ആൾക്കൂട്ടമാകുമ്പോൾ സ്വാഭാവികമായും ഗതാഗതം പോലും തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. ഒഴിവാക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത്. വളരെ പെട്ടെന്ന് മിഥുൻ്റെ മൃതദേഹവും കൊണ്ടുള്ള വിലാപയാത്ര ഈ സ്കൂളിലേക്ക്, അവൻ കളിച്ചു വളർന്ന ഈ സ്കൂളിലേക്ക് അധികം വൈകാതെ എത്തുമെന്ന് പ്രതീക്ഷിക്കാം. രണ്ട് വശത്തു നിന്നും ആളുകൾ ഇപ്പോഴും ഇവിടേക്ക് എത്തുന്നത് കൂടി നമുക്ക് ദൃശ്യങ്ങളുണ്ട് എന്ന് കരുതുന്നു. വലിയ ജനത്തിരക്കായി, അക്ഷരാർത്ഥ ജനനിബിഡമായി മാറിക്കഴിഞ്ഞു ഈ തേവലക്കര എന്ന ഗ്രാമം. തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൻ്റെ മുൻവശത്ത് വലിയ തിരക്കായി മാറിക്കഴിഞ്ഞു. ആളുകളുടെ ഈ മിഥുനെ കാണാനുള്ള വരവ്. ഏതായാലും അവൻ്റെ കൂട്ടുകാരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഒരിക്കലും തങ്ങൾക്കൊപ്പം കളിക്കില്ലെന്ന്, തങ്ങൾക്കൊപ്പം ക്ലാസ്സിൽ ഒരുമിച്ച് പഠിക്കില്ലെന്ന്, തങ്ങൾക്കൊപ്പം ഉച്ചയൂണിന് ഉണ്ടാകില്ല എന്ന് അവർക്ക് അറിയാം. അവരെ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നു. ആ യാഥാർത്ഥ്യം കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് അവൻ്റെ കൂട്ടുകാർ ഇവിടേക്ക് അവനെ അവസാനമായി കാണാൻ എത്തുന്നത്. അഭിലാഷ്.